കോമിക്സ് ആൻഡ് ഗ്രാഫിക് ഫിക്ഷൻ MDCയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് വെബ്ടൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. അതിനകത്ത് ദ ഗോസ്റ്റ് ടെല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്ടൂൺ പഠിക്കാനുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് വെബ്ടൂൺ, ഈ ഒരു ജോണറിൻ്റെ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം നോക്കാം. വെബ്ടൂൺ ഈസ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ കോമിക് ദാറ്റ് ഈസ് മെയ്ഡ് ടു ബി റെഡ് ഓൺലൈൻ, usually by scrolling vertically up and down instead of flipping pages like a traditional comic. സോ വെബ്ടൂൺ എന്ന് പറയുന്നത് ശരിക്കും ഓൺലൈനായിട്ട് ത്രൂ വെബിലൂടെ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ കോമിക്കിനെയാണ് വെബ്ടൂൺ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ബുക്ക് ഹൊറിസോണ്ടലി മറിച്ച് ഫ്ലിപ്പ് ചെയ്ത് പേജസ് കാണുന്നതിനേക്കാളും വെർട്ടിക്കലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന ലെവലിലാണ് ഈ ഒരു വെബ്ടൂൺസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെബ്ടൂൺ സ്റ്റാർട്ടഡ് ഇൻ സൗത്ത് കൊറിയ ഇൻ ദി ഏർലി 2000s. ഇപ്പോൾ 2000 തുടങ്ങുന്ന ആ ഒരു സമയത്ത് സൗത്ത് കൊറിയയിലാണ് ആദ്യമായിട്ട് വെബ്ടൂൺസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ടു ഫിറ്റ് സ്മാർട്ട് ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടർ സ്ക്രീൻസ്, ലോങ് കണ്ടിന്യൂസ് സ്ട്രിപ്സ് യു സ്ക്രോൾ ത്രൂ ഈസിലി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപോകാൻ പാകത്തിന് സ്മാർട്ട് ഫോൺസിലും കമ്പ്യൂട്ടർ സ്ക്രീൻസിനും ഒക്കെ ചേരുന്ന ലെവലിനാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിങ് വരുന്നത്. The art is usually colorful and detailed. Some even have small animations or background music. So ചില വെബ്ടൂൺസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും അനിമേഷൻസും ഒക്കെ വരുന്നുണ്ട്. യൂഷ്വലി പറയുവാണെങ്കിൽ ഭയങ്കര കളർഫുള്ളും ഡീറ്റെയിൽഡും ആയിരിക്കും. ഓരോ എക്സ്പ്രഷൻസ് ആവട്ടെ, ഫീലിങ്സ്, ഇമോഷൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു കളർഫുൾ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വരുന്നത്. Genres webtoons cover everything: romance, horror, fantasy, sci-fi, slice of life and more. സോ ഏത് രീതിയിലുള്ള പല ഡൈവേഴ്സ് ജോണേഴ്സിൽ വരുന്ന തീംസും വെബ്ടൂൺസിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതെവിടെയാണ് നമുക്ക് വായിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ, വെബ്ടൂൺ, ടാപ്പസ്, ലെസിൻ എന്നൊക്കെ പറയുന്ന പല ആപ്ലിക്കേഷൻസിലൂടെയും നമുക്കിത് വായിക്കാൻ പറ്റും. പിന്നെ ചിലതിൻ്റെയൊക്കെ ക്രോം വേർഷൻ, വെബ്സൈറ്റ് വേർഷനും അവൈലബിൾ ആണ്. ഇനി ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെബ്ടൂൺസിൻ്റെ ലോർ ഒളിമ്പസ്, ടവർ ഓഫ് ഗോഡ്, സ്വീറ്റ് ഹോം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ദ ഗോസ്റ്റ് ടെല്ലർ എന്ന് പറയുന്ന കഥയും ഒരു വെബ്ടൂണാണ്. സോ നമുക്ക് ആദ്യം കഥ നോക്കി പോകാം. ഇനി എന്താണ് വെബ്ടൂൺ എന്ന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോസ്റ്റ് ടെല്ലർ വെബ്ടൂൺ തന്നെയാണ് ക്രോമിൽ നിന്നും എടുത്ത് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ഹൊറർ ജോണറിൽ വരുന്ന ഗോസ്റ്റ് ടെല്ലർ എന്ന് പറയുന്ന കഥ. നമുക്കതിൽ പഠിക്കാനുള്ളത് ദ സ്റ്റോറി ഓഫ് ദ വുമൺ എന്ന് പറയുന്ന സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ. അതാണ് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. QTT എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റോറി ഇങ്ങനെ ഒരു 7 പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യം അതിൻ്റെ പ്രൊലോഗ് നോക്കാം. പ്രൊലോഗാണ് ഫസ്റ്റ് പോർഷൻ. സോ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മേലോട്ട് സ്ക്രോൾ ചെയ്ത് വെർട്ടിക്കലിയാണ് കഥ കാണേണ്ടത്. സോ ഡയലോഗ്സ് വരുന്നുണ്ട്. ആർ യു ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇനഫ്? വാട്ട് ഇഫ് സമ്മൺ സോസ്? 2 പേര് ചേർന്ന് എന്തോ കുഴിച്ചിടുന്നതാണ് അവിടെ ഒരു സീനായിട്ട് വരുന്നത്. അവർ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പേടിക്കുന്നുണ്ട്. അവരിങ്ങനെ നോക്കുവാണ്. 2 പേരുണ്ട്. അവർ പെട്ടെന്ന് പേടിച്ച് നോക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു സാധനം എബോവ് കൊണ്ട് ഒരു മുടി തൊടുന്നു. അപ്പോഴത്തേക്കും എന്താ ഗോസ്റ്റാന്ന് പറഞ്ഞിട്ട് ആ കണ്ണിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ പേടിക്കുന്നതും. പക്ഷികൾ പറഞ്ഞു ഗോസ്റ്റ് റൺ എന്ന് പറഞ്ഞിട്ട്, ഗോസ്റ്റാണ്, പ്രേതമാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഓടിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളടുത്ത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ആർ ഗോസ്റ്റ് ആസ് ടെറിഫൈങ് ആസ് ദേ മേ സീൻ? അവർ ആ ഒരു ഹാമറും അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവിടുന്ന് ഓടിപ്പോയത്. വി ലൈക്ക് ടു തിങ്ക് നോട്ട്. ഹ്യൂമൻസ് വിൽ ഫൈറ്റ് ആൻഡ് ഹേർട്ട് ആൻഡ് കിൽ ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. സോ മനുഷ്യന്മാരെന്താ ചെയ്യുന്നത്? തല്ലുകൂടുന്നു, ആൾക്കാരെ കൊല്ലുന്നുണ്ട്. യെറ്റ് യു കാളസ് വേഴ്സ് ദാൻ ദം. എന്നിട്ട് ആരോ നമ്മളടുത്ത് ചോദിക്കുകയാണ്. അത് ആരാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഗോസ്റ്റുകളാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളെയാണോ നിങ്ങൾ മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കുന്നത്? ഈ ഒരു വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ കഥ പറഞ്ഞതുപോലെ പറയുന്നു. അവിടെ വീണ്ടും കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഒരു മുടിയാണ് നമ്മളവിടെ കണ്ടത്. സോ ഇതായിരുന്നു അവിടുത്തെ പ്രേതം എന്ന് വല്ലതും ചിന്തിക്കാം. ഒരു ചെറിയ മോനുണ്ട് അവിടെ. അങ്ങനെ അവരെല്ലാവരും ചുറ്റിനും ഇരുന്ന് കഥ പറയുന്നതായിട്ടാണ് കഥ പോകുന്നത്. സോ ഇനി പേടിപ്പിക്കുന്ന ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു കഥ പറയാൻ തുടങ്ങുന്നുണ്ട്. Humanus, there is something more terrifying than any ghost.
പ്രേതങ്ങളെക്കാളും പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അത് മനുഷ്യന്മാരുടെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഗോസ്റ്റുകളെക്കാളും മോശപ്പെട്ട വ്യക്തികളാണ് മനുഷ്യർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആദ്യത്തെ കഥയാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഗോസ്റ്റ് ടെല്ലർ പറയുന്ന ആദ്യത്തെ കഥ. പ്രലോഗ് അവിടെ കഴിയുവാണ്. ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്, ദി സ്റ്റോറി ഓഫ് ദി വുമൺ. ഇത് കാണിക്കുന്ന അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് വെബ്ടൂൺ വായിക്കേണ്ടതെന്ന്. തിങ്ക് ഓഫ് ഓൾ ദി ടെറിഫയിങ് സ്റ്റോറീസ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന അത്രയും പേടിപ്പിക്കുന്ന കഥ ആലോചിച്ച് നോക്കൂ. യു ക്യാൻ സ്വേർ യു ഹാവ് ഹേർഡ് ബിഫോർ. ഡു യു തിങ്ക് ദേ കുഡ് ഹാവ് കം ഫ്രം ഗോസ്റ്റ്? നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും പേടിക്കുന്ന ഒരു കഥ മനസ്സിൽ ആലോചിച്ച് നോക്കൂ. അത് പ്രേതമുള്ള കഥയാണോ അതോ മനുഷ്യനുള്ള കഥയാണോ നിങ്ങളെ ഏറ്റവും പേടിപ്പിച്ചിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. 1984 എന്ന് പറയുന്ന ഒരു സമയത്ത് കണ്ട ബ്യൂട്ടി ക്ലിനിക്ക് ഉണ്ട്, സിയോൾ ഫാർമസി, ബ്യൂട്ടി സലൂൺ, ബ്യൂട്ടി കഫേ, ഏതൻ ക്ലിനിക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും കഫേ ഉണ്ട്. That's cool and I bet it's exciting. So what do you do in your spare time? Not much. Well, you must be like reading. These are just a dumb gift. Now excuse me, I need to use the restroom. എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പെൺകുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ചിട്ട് അവളൊന്ന് പോകുന്നതായിട്ടാണ്. അയാൾ തിരികെ വരാൻ വേണ്ടിയിട്ട് ആ കുട്ടി വെയിറ്റ് ചെയ്യുന്നു. സമയം പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സൂര്യപ്രകാശം പോയി ഇരുട്ടാവുന്നുണ്ട്. അയാൾ തിരികെ വന്നിട്ടില്ല. ഹി ലിറ്ററലി ഡംപ് ദാറ്റ് ഗേൾ. എന്നിട്ട് അയാൾ പോയി. ആ കുട്ടി വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്കൊരു ഫുൾ ഫേസ് കാണുന്നത്. പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ദി സ്റ്റോറി ഓഫ് ദി വുമൺ പാർട്ട് 1. സോ കാറ്റൊക്കെ അടിച്ച് രാത്രി പെൺകുട്ടി അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പാരൻസിനോട് എന്ത് പറയും? പാരൻസ് വഴക്ക് കൊടുക്കുന്നതിൻ്റെ സംസാരമാണ് ആ ചുറ്റിനും കാണിക്കുന്നത്. ഇഫ് യു കാൺ ഗെറ്റ് എ ജോബ് ദെൻ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഗെറ്റ് മാരീഡ്. ജോലിയോ കിട്ടുന്നില്ല, കല്യാണമെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പുച്ഛിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ എന്ത് കഷ്ടമാണെന്നറിയുമോ എന്നൊക്കെ പറഞ്ഞ് അമ്മ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ആരും നിൻ്റെ അടുത്ത് വരാത്തത്, നിനക്കൊന്നും ഓഫർ ചെയ്യാനില്ല. ഐ ആം സോ അഷെയിം ടു ഹാവ് യു ഫോർ എ ചൈൽഡ്. നിന്നെപ്പോലൊരു മോളുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പുച്ഛിക്കുന്നത് ഓർത്ത് തന്നെ ആ കുട്ടിക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും മുഖത്തെന്തോ വന്ന് തട്ടുന്നുണ്ട്. ദ ഫോർച്യൂൺ എന്നൊക്കെ കാണുന്നുണ്ട്. ഇത് അനോയിങ് ആണെന്ന് പറഞ്ഞ് അതിനെ അവിടെ കളയാൻ ശ്രമിക്കുന്നുണ്ട്, ആ ഒരു പേപ്പർ മുഖത്ത് വന്ന് തട്ടിയതിനെ. അപ്പോഴേക്കും അവിടെ ഒരു കുട്ടി വന്നിട്ട് അവരവിടെ ലിറ്റർ ചെയ്യുവാണ്, ആ ഓൾഡ് ലേഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു യങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, പക്ഷെ അവരെ പെൺകുട്ടീനെ ഓൾഡ് ലേഡി എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവരുടെ ലുക്സ് വെച്ചിട്ടാണ് എല്ലാവരും അവരെ പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും ആൾക്കാർ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതുമല്ല. സോ ആ പേപ്പർ തിരികെ എടുത്തിട്ട് പോകുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതൊരു ഫോർച്യൂൺ ലക്ക്. മണി കൊടുത്തു കഴിഞ്ഞാൽ കാശിനും സ്നേഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് എന്തോ ഒരു ലക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് ആ ഒരു ആഡിലുണ്ടായിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ശരിക്കും അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫോർച്യൂൺ ടെല്ലർ ഒരു സ്ത്രീയുണ്ട്, കുറച്ചൊരു സസ്പീഷ്യസ് ലുക്കുള്ളൊരു സ്ത്രീയാണ്. അവർ പറയുന്നുണ്ട്, നിൻ്റെ ഫേറ്റ് സെറ്റാണ്, ഗോ ബാക്ക് ടു യുവർ ലൈഫ്, നിനക്കിനി ഒന്നും അവിടെ ചെയ്യാനില്ല എന്ന്. അപ്പോൾ ആ പെൺകുട്ടി അങ്ങ് കരഞ്ഞിട്ട് പറയുവാണ്, നിങ്ങളൊരു എക്സ്പേർട്ടാണെന്നാണല്ലോ ആ ഒരു പേപ്പറിൽ ആ ഒരു ഫ്ലയറിൽ ഉണ്ടായിരുന്നത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ സോള് തന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ സോള് കിട്ടിയിട്ട് എന്തിനാണ്? അതൊന്നും വേണ്ട, ഇത്രയും ഡെസ്പറേറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. സഫർ വൺസ് ഫോർ 2 pieces ഓഫ് ഹാപ്പിനെസ് ഓർ സഫർ ട്വൈസ് ഫോർ 1 piece ഓഫ് ഹാപ്പിനെസ്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കണം. ഒരിക്കൽ എന്തോ ഒരു കാര്യം സഫർ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് 2 സന്തോഷം ലഭിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 തവണ സഫർ ചെയ്താൽ 1 സന്തോഷം ലഭിക്കും. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സഫർ ചെയ്തു, ലുക്സിനെ പറ്റിയിട്ട് എല്ലാവരും പുച്ഛിക്കുന്നു, കുടുംബത്തിൽ നിന്നൊരു ഇതില്ല, ജോലിയില്ല, റൊമാൻറ്റിക് ലൈഫില്ല, എല്ലാം ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, സോ എനിക്ക് 2 pieces തരൂ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി 2 പീസ് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുവാണ്. അവരവിടെ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിരിക്കുന്നുണ്ട്. വി ഹാവ് എ ഡീൽ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി ആ പെൺകുട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, എന്തായിരിക്കും എൻ്റെ സന്തോഷം, എന്തായിരിക്കും? ഞാൻ പെട്ടെന്ന് ഭയങ്കര സുന്ദരിയായിട്ട് എല്ലാ ആണുങ്ങളും വന്ന് എൻ്റെ കാൽക്കൽ വീഴുമോ? അതോ ഞാൻ പെട്ടെന്ന് ഭയങ്കര റിച്ചായിട്ട് എനിക്കിനി ആണുങ്ങളെ വേണ്ട,
ആ ലെവലിലാകുമോ ഞാൻ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആലോചിക്കണം, അയ്യോ അവിടെ സഫറിങ്ങും ഉണ്ടല്ലോ എന്ന്. സോ ഇപ്പോഴുള്ള ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭംഗി കൂടാൻ വേണ്ടിയിട്ട് അവർ മുഖത്ത് എന്തൊക്കെയോ കുക്കുംബറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുഖത്ത് സ്കിൻ കെയർ നോക്കുന്നുണ്ട്, മുടി റോൾ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആവട്ടെ, നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കാം, നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഹാപ്പി തോട്ട്സ് അബൌട്ട് മൈ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ അത് ആദ്യമേ അതെല്ലാം വീണിട്ട് മുഖം എന്തോ പാടൊക്കെ വീണ് മോശമായിട്ടുണ്ട്. Man, why today? As if I was nervous already about the interview. സോ ഫേസ് ആകെപ്പാടെ വിചാരിച്ച രീതിയിൽ റെഡി ആയിട്ടില്ല. രാവിലെ എണീറ്റപ്പോഴത്തേക്കും എന്തേ മഴയാണ്. മഴയത്തിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എന്തേ ഒരു വണ്ടി വന്നിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആകെപ്പാടെ ആ വണ്ടിയിൽ നിന്ന് ചെളിയും കൂടി ദേഹത്തായിട്ടുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് ദേഹത്ത് അങ്ങനെ ചെളിയായി കഴിഞ്ഞു. ആ ഒരു വേഷത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇൻ്റർവ്യൂവിന്. സോ ഈ പെൺകുട്ടി നേരെ അവിടെ പോയിട്ട് ഒരു ലക്കി ലോണ്ട്രി എന്ന് പറയുന്ന ഒരു ലോണ്ട്രിയിൽ പോയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ഒരു സുന്ദരനായൊരു ചെറുപ്പക്കാരൻ ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂവിൻ്റെ സീനും ഇവിടുത്തെ സീനും ഇടയ്ക്കിടയ്ക്കാണ് കാണിക്കുന്നത്. സോ അതിസുന്ദരനായ ഒരു പയ്യനാണ് അവിടെ ആരായിട്ടുള്ളത്, ലോണ്ട്രി മാനായിട്ടുള്ളത്. പുള്ളിക്കാരിക്ക് അപ്പോൾ തന്നെ ഹീ സോ ഹോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് ഡ്രസ്സ് മേടിച്ച് അംബ്രലയൊക്കെ മേടിച്ച് ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ തോറ്റിട്ടാണ് തിരികെ വരുന്നത്. പക്ഷെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് ഓൺലി വൺ ഇൻ്റർവ്യൂ, അതുപോലെ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ലെവലിൽ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാങ്ങിയ ഡ്രസ്സ് തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പയ്യൻ പറയുന്നുണ്ട്, ആ ഡ്രസ്സ് കീപ്പ് ചെയ്തോളൂ, ദേ ലുക്ക് ഗുഡ് ഓൺ യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഒരു റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവർ ഇൻസെപ്പറബിളായി മാറുന്നു, ഭയങ്കര സ്നേഹത്തിലായി, പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. കല്യാണത്തിന് ഫോട്ടോയൊക്കെ ഉണ്ട്. കാരണം 2 കുഞ്ഞിക്കാലുകൾ കാണിക്കുന്നുണ്ട്. ഷീ ഈസ് ഓൾറെഡി പ്രഗ്നൻറ്റ് ടു. സോ ഭയങ്കര സന്തോഷത്തിൽ അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പോഴും ഹോണ്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞ് ആരെ പോലെ ഇരിക്കും കാണാൻ, ഡാഡിയെ പോലെയാണോ മമ്മിയെ പോലെയാണോ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് മുന്നേ കാണിച്ചൊരു സീനിൽ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ടായിട്ട് വരാത്ത ഒരു ചപ്പാത്തി പോലത്തെ എന്തൊരു സാധനമായിരുന്നു, റൗണ്ടായിട്ട് വരാത്തതിനെ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ ഇമേജിൽ ആ പൂവിനെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോഴാണത് പ്രറ്റിയായത്. അവർ ബേബി വിൽ ബി പ്രറ്റി ജസ്റ്റ് ലൈക്ക് ദീസ് ഫ്ലവേഴ്സ്. ആ ഒരു പ്രറ്റി അല്ലെങ്കിൽ ഭംഗി എന്നുള്ളതിലേക്ക് കുറച്ചധികം ഒബ്സസ്ഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു നായിക മാറുന്നുണ്ട്. ഐ ഹാവ് ടു മേക്ക് ഇറ്റ് പ്രറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ടോ, വീണ്ടും ആഹാര സാധനമാണ് കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തോ ഷോ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ഫണ്ണിയല്ല, അത് അഗ്ലിയാണ്, അവരൊന്നും കാണാൻ കൊള്ളത്തില്ല, എനിക്ക് ഭംഗിയില്ലാത്ത ഒന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് വഴക്കാകുവാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിനെ പോലെ എൻ്റെ കുഞ്ഞിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹിച്ചുകൂടെ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഭംഗിയുടെ കേസിൽ അവർ തമ്മിൽ അടിയുണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത് സഫർ വൺസ് എന്ന് പറഞ്ഞിട്ട് അവരന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ചിന്തിക്കുന്നത് ഇതാണ്, ഇനി എൻ്റെ കുഞ്ഞ് എങ്ങാനും കാണാൻ എന്നെ പോലെ ഇരുന്നാലോ. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ കണ്ടോ, ആരും കൂട്ടുന്നില്ല, ഒറ്റപ്പെടുത്തുന്നുണ്ട്, എല്ലാവരും കളിയാക്കുവാണ്. സോ അങ്ങനെ എൻ്റെ കുഞ്ഞിനും അത് സംഭവിച്ചാലോ എന്നോർത്ത് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ എന്നിട്ട് ആ ഒരു സീൻ അവിടെ കഴിയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോള് വരുവാണ്. അവിടെയാണ് ആ ഒരു സെക്കൻഡ് പാർട്ട് അവസാനിക്കുന്ന അവിടെയാണ്. തേർഡ് പാർട്ടിൽ ലക്കി ലോണ്ട്രിയിൽ നിന്ന് ആ പയ്യൻ എത്രയും വേഗം ഓടി ടാക്സി കയറി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കാണാൻ തന്നെ അമ്മയ്ക്ക് പേടിയാണ്. മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, യു കാൺട്ട് ബി അഗ്ലി, മോശപ്പെട്ട കാണാൻ ഭംഗിയില്ലാത്ത കുഞ്ഞാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. കുഞ്ഞിനെ കാണാൻ കുഞ്ഞിൻ്റെ അച്ഛനെ പോലെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബിയാണ് ജനിച്ചത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ ഹാപ്പിയർ ആവാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു മോൻ, അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവർ തിരികെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡ് എന്തോ ഒരു പേപ്പർ കയ്യിൽ ഒളിപ്പിക്കുന്നുണ്ട്. എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, നിങ്ങളാണല്ലേ മിസ്ട്രസ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവരൊരു കസ്റ്റമറാണ് എന്ന് പറഞ്ഞ്
ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വൈഫ് അതത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസ്ഡ് ആവുന്നില്ല. എന്നിട്ട് ഹസ്ബൻഡ് ചോദിക്കുകയാണ്, നാളെ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, പക്ഷേ എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. കുഞ്ഞൊക്കെ എവിടെയുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ വൈഫിന് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഇവർ തമ്മിലൊരു ചുറ്റിക്കളി ഉണ്ടെന്ന്. ഇനി ക്രോമിൽ അല്ലെങ്കിൽ ബാക്കി കാണാൻ പറ്റത്തില്ല. വെബ്ടൂൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്താലേ അത് സാധിക്കത്തുള്ളൂ. സോ ഈ ചാപ്റ്ററിൽ ഇനി നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡൗട്ട് വെച്ചിട്ട് ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട്. സത്യം പറയുക, അത് നിങ്ങൾക്ക് ആ ഒരു സ്ത്രീയുമായിട്ട് അഫെയർ അല്ലേ, അതുകൊണ്ടല്ലേ അവളിവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡ് കുറേ തവണ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ല എനിക്ക് അവളുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നല്ല വഴക്കുണ്ടാവുന്നു. ഹസ്ബൻഡ് പറഞ്ഞു, ഞാനെന്നാൽ ഒരു സത്യം പറയാം, അവൾ ആരാന്ന് ഞാൻ പറയാമെന്ന് പറയുന്നു. പക്ഷേ അത് കേൾക്കാൻ വൈഫ് തയ്യാറാകുന്നില്ല. ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടിട്ട് അവൾ അന്ന് രാത്രി ഉറങ്ങുന്നുണ്ട്. പക്ഷെ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വിഷമിച്ചാണ് പോകുന്നത്. ഡോറിലൊരു നോക്ക് കേട്ടോന്ന് നോക്കുമ്പോഴത്തേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത്, താഴത്തെ നിലയിൽ ഇവരുടെ ലോണ്ടറി ഷോപ്പിൽ വെച്ചിട്ട് ഹസ്ബൻഡ് മേർഡേർഡ് ആയിട്ടുണ്ട്, ഹസ്ബൻഡ് മരിച്ചു എന്ന് പറയുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ ലോണ്ടറി ഷോപ്പാണല്ലോ, അലക്ക് കമ്പനിയാണല്ലോ, അതിൽ അലക്കുന്ന മെഷീൻ്റെ ഉള്ളിൽ ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി ഉണ്ടാവും. സോ ഇറ്റ് വാസ് എ മേർഡർ. അത് കണ്ട് ഇവർ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയാണ് അടുത്ത ചാപ്റ്റർ. സോ അപ്പോൾ വൺ ടൈം ദിസ് ഷുഡ് ബി ഇനഫ്. ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ അതങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അപ്പോൾ അന്ന് വന്ന ആ സ്ത്രീ അവിടെ വീണ്ടും എത്തുന്നുണ്ട്. ആരാന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് അവരൊരു ലൈഫ് ഇൻഷുറൻസിലെ ആളാണ്, ഹസ്ബൻഡ് ക്ലൈൻ്റ് ആയിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായികയ്ക്ക് അത് വിഷമമാകും എന്നുള്ളത് കൊണ്ട് പറയാത്തതാണ്. സോ അതിലൂടെ ഒരു വലിയൊരു സമ്മ് ഇവർക്ക് കിട്ടി. അപ്പോൾ അത് കണ്ട് ഭയങ്കര വിഷമിക്കുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞിനെ നോക്കി ജീവിക്കുന്നുണ്ട്. സോ ഇവർ വീണ്ടും പോലീസിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഈ ഒരു മർഡർ അന്വേഷിച്ചേ പറ്റുള്ളൂ, ആരാണ് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തൊക്കെ പോയി വഴക്കുണ്ടാക്കുന്നുണ്ട്. സോ വർഷങ്ങൾക്ക് മുന്നേ ഹസ്ബൻഡ് മരിച്ചെങ്കിൽ അവരിപ്പോഴും ഈ ഒരു റീഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവളെ കാണുന്നത്ര ഭംഗിയില്ലല്ലോ, വാസ് ഹർ ഹസ്ബൻഡ് റിയലി ദാറ്റ് അട്രാക്റ്റീവ്, ഹാവ് യു സീൻ ദെയർ ചൈൽഡ്, ദ കിഡ് എക്സാക്ട്ലി ലുക്സ് ലൈക്ക് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടി വളർന്ന് അച്ഛനെ പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അമ്മയും മോനും ഭയങ്കരമായിട്ട് കൂട്ടുകാരാണ്. അപ്പോൾ മോൻ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ ലുക്ക് വൈസ് ആൾക്കാർ കളിയാക്കി, പക്ഷേ ഞാൻ അവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു അമ്മയെന്നൊക്കെ പറയുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി ഈ ചാപ്റ്ററിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് വളരെ നല്ല രീതിയിൽ അമ്മയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവർ ഒരു ദിവസം ഉറങ്ങുന്നുണ്ട്, ഭയങ്കര മഴ. അപ്പം അമ്മ ഉറങ്ങിപ്പോയി. അമ്മ ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഒരു ചില്ല് പാത്രമൊക്കെ പൊട്ടിത്തെറിച്ച് താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് പോകുമ്പോഴേക്കും ഇവരുടെ റൂമിൽ നിന്ന് ഈ കുഞ്ഞ് സ്റ്റെപ്പ് വഴി താഴെ വീണിട്ട് തല പൊട്ടി കുഞ്ഞ് മരിച്ചു. അപ്പോൾ കുഞ്ഞും മരിച്ചു, ഹസ്ബൻഡും മരിച്ചു. ഇവരാകെ അങ്ങ് വിഷമത്തിൽ ജീവിക്കുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഈ ഒരു സ്ത്രീയെ, പണ്ടത്തെ ആ ഒരു ഫോർച്യൂൺ ടെല്ലറിനെ ഓർമ്മ വന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആൾക്കാർ വീണ്ടും ഇവളെ കളിയാക്കാനും ടോർച്ചർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഭയങ്കര സിമ്പതൈസ് ചെയ്യുന്നുണ്ട്, അയ്യോ പാവം അവൾക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ഹസ്ബൻഡ് പോയി, മോൻ പോയി എന്ന്. അപ്പോൾ ചിലരിങ്ങനെ കളിയാക്കുന്നുണ്ട്, മോൻ മരിച്ചാൽ കാശ് വല്ലതും കിട്ടുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. സോ അവിടുന്ന് നേരെ ഒരു നൈഫ് എടുത്തിട്ട് പോകുന്നത് ഫോർച്യൂൺ ടെല്ലറിൻ്റെ അടുത്തേക്കാണ്. നിങ്ങളതിൻ്റെ അടുത്ത് നുണ പറഞ്ഞു, ഒരേ ഒരു സഫറിങ് തരും എന്നിട്ട് 2 ഹാപ്പിനെസ് തരും എന്നുള്ള ലെവലിന് എന്നെ പറഞ്ഞ് പറ്റിച്ചു. യു മെയ്ഡ് മീ സഫർ ട്വൈസ്. ഇപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ കാരണം ഒരു ഹെല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരേ ഒരു സഫറിങ്ങേ തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി, എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി, അത് രണ്ടാണ്, എന്തിനാണ് എന്നോടത് ചെയ്തത്. അപ്പോൾ അവർ തിരിച്ചു, ഈസ് യുവർ ഹസ്ബൻഡ് ട്രൂലി ഡെഡ്, യുവർ ചൈൽഡ് ഡൈഡ് ആസ് വെൽ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ ഇത് ഫണ്ണി അല്ലേ? ഞാൻ ആകെ നിനക്ക് ഒരേ ഒരു വേദനയെ തന്നിട്ടുള്ളൂ, അത് നിൻ്റെ രണ്ടാമത്തെ സഫറിങ് ആയിട്ടുള്ള നിൻ്റെ കുഞ്ഞിനെ എടുത്തത് മാത്രമാണ് ഞാൻ. ഡിഡ് യു നോട്ട് തിങ്ക് ഇറ്റ് കുഡ് ഹാവ് ബീൻ യുവർ ഓൺ ഫോൾട്ട്? നീ തന്നെയാണ് ആദ്യത്തേത് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നില്ലേ?
എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവിടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പതുക്കെ നടന്ന് പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് വരച്ചുകൊണ്ടിരുന്നൊരു പിക്ചറാണ് അവിടെ കാണുന്നത്. ഇവർ പിന്നെ മിണ്ടാതെ അങ്ങ് നടന്ന് ആ ഒരു കത്തിയൊക്കെ തറയിലിട്ടിട്ട് അവർ സ്വന്തം കയ്യിലേക്ക് നോക്കുന്നു. ആ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിയിട്ട് അവർ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സോ നാടിനെ തന്നെ നടുക്കിയ ആ ഒരു മർഡറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ കൊന്നതാവട്ടെ, ആരാണ് സസ്പെക്റ്റ്, കുഞ്ഞിനെ കൊന്നതിൻ്റെ സസ്പെക്റ്റായിട്ട് വരുന്നത് അമ്മ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ ബീൻ റിപ്പോർട്ടഡ് ദാറ്റ് ഷീ ഹാഡ് കിൽ ഹർ ഹസ്ബൻഡ് ഓവർ 5 years ago. ഹസ്ബൻഡിനെ കൊന്നതും ഈ സ്ത്രീ തന്നെയാണ്, മോനെ കൊന്നതും ഈ സ്ത്രീ തന്നെയാണ്. ഇവർ മെൻ്റലി ഇല്ലായിരുന്നു, അത് മനസ്സിലാക്കിയിട്ട് ഇവരാണ് കൊന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ സ്ത്രീ തന്നെയാണ് അവരെ രണ്ടുപേരെയും കൊന്നു കളഞ്ഞത്. അപ്പോൾ എല്ലാവരും ഹൗ അൺഫോർച്ചുനേറ്റ്, ആ സ്ത്രീയും പറയുന്നുണ്ട്, ഐ ഡിഡൻറ്റ് തിങ്ക് ഇറ്റ് വുഡ് പ്ലേ ഔട്ട് ദിസ് വേ ബട്ട് ഐ സപ്പോസ് ദിസ് വാസ് ഓൾവേസ് ഹെർ ഫേറ്റ്. ഇതായിരുന്നു ഇവളുടെ വിധി എന്ന് ആ ഒരു ഫോർച്യൂൺ ടെല്ലർ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പ്രൊലോഗ് കഴിഞ്ഞു, അവസാനം എപ്പിലോഗ് പോലെ വരുന്ന ഒരു കഥയാണ്. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഈ കഥ പറയുന്ന പയ്യൻ ശരിക്കും ആ ഒരു ഹസ്ബൻഡിൻ്റെ ലുക്കില്ലേ. അപ്പോൾ അയാൾ മരിച്ചുപോയി, അങ്ങനത്തെ ഒരു ദുർമരണം ആയതുകൊണ്ട് അയാൾ ഗോസ്റ്റായിട്ട് മാറി വന്നതായിരിക്കാം. ഇനി നമ്മൾ ഈ കുഞ്ഞിനെ കണ്ടു, ഈ കുഞ്ഞിനും കഥയിലെ കുഞ്ഞിൻ്റെ ഒരു ലുക്കുണ്ട്. സോ ഇവർ രണ്ടുപേരും ഗോസ്റ്റുകളായിട്ട് മാറി. ഇനി ആലോചിച്ച് നോക്കാൻ, ഇനി നമ്മൾ ആദ്യം കേട്ട ഒരു സംഭവമായിട്ട് ആലോചിച്ച് നോക്കിയേ, മനുഷ്യരാണോ അപ്പോൾ ദുഷ്ടർ, അത് ഗോസ്റ്റാണോ ദുഷ്ടർ? അപ്പോൾ ആ ഒരു കഥയിൽ അങ്ങനെ ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിന് മുന്നേ ഉള്ള ഒരു ഇവരെല്ലാവരും വേറെ ഗോസ്റ്റാണ്. ഇനി വരുന്ന സെക്ഷൻസിലെല്ലാം ഇവരുടെ ഓരോരുത്തരുടെയും കഥകളാണ് വരിക. ഇതിൻ്റെ മുന്നിലത്തെ ചാപ്റ്ററിൽ അവസാനം ആ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ത്രീയെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്, മെൻ്റൽ ഹോസ്പിറ്റലിൽ അവിടെയാണ്. അതിൻ്റെ ഇടയിലാണ് പറഞ്ഞു വരുന്നത്, ഇവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞല്ലോ, അത് മെൻ്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ടായിരുന്നു. ഷീ ഹാസ് ഓൾവേസ് ഹാഡ് ദിസ് മെൻ്റൽ ഡിസീസ്, ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പുച്ഛിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ചുറ്റിനും നിന്ന് ആൾക്കാരെല്ലാം ഇവളുടെ ഹസ്ബൻഡ് നല്ല ഭംഗിയാണല്ലോ, ഇവരുടെ മാരേജിന് ശേഷവും ആൾക്കാരെല്ലാം ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, ഇത്രയും ഭംഗിയുള്ള ഈ ചെക്കൻ എന്തിനാണ് ഇവളെ കല്യാണം കഴിച്ചത്, ഇവളുടെയിലാണെങ്കിൽ പൈസയും ഇല്ല, ഇവൾക്കൊരു കഴിവുമില്ല, ഇവളെ കാണാനും ഭംഗിയില്ല, എന്നിട്ട് എന്തുകൊണ്ട് ഈ നല്ല ചെക്കൻ ഇവളെ എന്തിനാ സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ച ആൾക്കാർ എല്ലാം ഇവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു സെൽഫ് എസ്റ്റീം നശിച്ചുകൊണ്ടിരിക്കുമല്ലോ, ഒട്ടും കോൺഫിഡൻസ് അല്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ച ഹസ്ബൻഡ് സ്നേഹമാണോ എന്നറിയില്ല, എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത്. ആ ഒരു മെൻ്റൽ ചെക്കപ്പിൻ്റെ കേസാണ് ഇടയ്ക്ക് കഥയിൽ പറഞ്ഞു വന്നത്. സോ ആ ചെക്കപ്പിനൊക്കെ പോയിട്ട് ആ ഒരു ഡൗട്ട് ഉള്ളിൽ കിടന്നാണ്. എത്ര ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവളുടെ സഫറിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അപ്പോൾ ഈ ഒരു ലോ സെൽഫ് എസ്റ്റീം ആയിരുന്നു. ആ ഒരു സഫറിങ്ങിൻ്റെ കാരണത്താലാണ് അവസാനം ഈ ഹസ്ബൻഡിനെ കൊല്ലേണ്ടി വരുന്നതും കുഞ്ഞിനെ കൊല്ലുന്നതുമെല്ലാം. ഇനി ഈ കുഞ്ഞ് ഇവളുടെ കുഞ്ഞ് തന്നെയാണോ എന്ന് ചോദിച്ച ആൾക്കാർ കളിയാക്കത്തില്ലേ, കുഞ്ഞിൻ്റെ ഭംഗി നോക്കിക്കുക എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം ഇവളെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഒരു വൈൽഡ് ആക്ഷനിലേക്ക്, എല്ലാവരെയും കൊല്ലുന്ന ഒരു ലെവലിലേക്ക് ഇവൾ മാറിയത്. ശരിക്കും ഇവൾ അങ്ങനെ കൊല്ലുന്നൊരു ലെവലിലേക്ക് മാറുന്നുണ്ടെങ്കിൽ പോലും അതിനും കാരണം ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, എല്ലാവരും കൂടെ ചുറ്റിനും നിന്ന് കുറ്റം പറഞ്ഞാണ് മനസ്സ് കൈവിട്ട് പോകുന്നൊരു ലെവലിലേക്ക് തന്നെ. ഇനി നമുക്ക് കുറച്ച് തീംസ് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ തീംസാണ് ഈ ഒരു കഥയിൽ ദ സ്റ്റോറി ഓഫ് വുമണിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ നേച്ചർ ആസ് ദി റിയൽ ഹൊറർ. ശരിക്കും നമ്മൾ പ്രേതത്തിനെയാണ് നമ്മൾ പേടിക്കുക എന്ന് പറയുക, പക്ഷേ ഇവിടെ കഥയിൽ ആ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ഭയാനകമായൊരു കാര്യം ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിനെ തന്നെ നമുക്ക് പേടിപ്പിക്കുന്ന ആൾക്കാരായിട്ട് പറയാം. അപ്പം മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരാൾക്കാരായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഗോസ്റ്റായ ആൾക്കാരാണെങ്കിൽ അതിലൊരാളുടെ കഥ നമുക്കിപ്പോൾ മനസ്സിലായി. അയാൾ എന്തിനാണ് മരിച്ചതെന്ന് പോലും മനസ്സിലാവാത്ത ഭാര്യയെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ മരണപ്പെട്ട ഒരാളാണ് അയാൾ. ഇനി അടുത്ത് വരുന്നൊരു തീം ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. സമൂഹം ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി അവർക്ക് ആങ്സൈറ്റി ഉണ്ടായി, അത് പിന്നെ മെൻ്റൽ ഇഷ്യൂസായി. അവർ ആ ഒരു ഒറ്റപ്പെടലിലൂടെയാണ് ഈ ഒരു വില്ലൻ ഒറിജിൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു കഥയിലെ വില്ലത്തിയായി മാറിയത് പോലും ആൾക്കാരുടെ ഒരു ഒറ്റപ്പെടുത്തലും കളിയാക്കലുകളും ബുള്ളിയിങ്ങും ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കലും ഒക്കെ കാരണമാണ്. ട്രസ്റ്റ് ആൻഡ് ബിട്രയൽ. ശരിക്കും ഇങ്ങനെ ചൈൽഡ്ഹുഡിൽ തന്നെ ട്രോമറ്റൈസ്ഡ് ആവുന്നവർക്ക് ആരെയും വിശ്വസിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഹസ്ബൻഡ് നല്ല മനസ്സോടുകൂടി സ്നേഹിച്ചിട്ട് പോലും അവർക്കത് വിശ്വസിക്കാൻ പറ്റാത്തത്, ചതിക്കപ്പെടുകയാണ് എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്ത് ജീവിക്കേണ്ടി വരുന്നത്.
അതുകൊണ്ട്. ദെൻ ഫിയർ ആൻഡ് പാരനോയ്യ, പേടിയും ഒരു പാരനോയ്യ അല്ലെങ്കിൽ ആങ്സൈറ്റി, എല്ലാവരോടും പേടി, എന്തിനോടും പേടി, എങ്ങനെ ജീവിക്കാനും പേടി. അതുകൊണ്ടാണ് സോളിനെ തന്നെ വിൽക്കാൻ, കുറച്ചൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം സോളിനെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫോർച്യൂൺ ടെല്ലറിൻ്റെ അടുത്ത് വിൽക്കാൻ വരെ തയ്യാറായത്. ആ ഒരു ഫിയറും പാരനോയ്യയും കാരണമാണ്. ദെൻ സബ്ജക്റ്റിവിറ്റി ഓഫ് മൊറാലിറ്റി. ശരിക്കും ആ സ്ത്രീയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അവർ ചെയ്തതൊരു വളരെ വലിയ തെറ്റാണ്. പക്ഷെ അവിടേക്ക് അവരെ എത്തിച്ചതിൽ ഈ ഒരു സമൂഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. വളരെ ഫണ്ണി ആയിട്ട് പാസ് ഓൺ ചെയ്യുന്ന പല ബോഡി ഷെയ്മിങ്, ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ സെൽഫ് എസ്റ്റീമിനെ വളരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ട്രോമറ്റൈസ്ഡ് ആയിട്ട് അവർ പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ അത്രയും ക്ഷമിച്ച് പെട്ടെന്നൊരു പൊട്ടിത്തെറിയിലൂടെ ആയിരിക്കും അവർ പുറത്തേക്ക് വരുന്നത്. പിന്നെ കർമ്മ ആൻഡ് കോൺസിക്വൻസസ്. അവർ ചെയ്ത ഒരു കർമ്മം ഉണ്ടായിരുന്നു. ഒരു കർമ്മ എന്ന് പറയുന്നത് ആ ഒരു ഫോർച്യൂൺ ടെല്ലറിൻ്റെ അടുത്ത് പോയിട്ട് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ശരിക്കും നമ്മളൊരു വേറൊരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്ത സഫറിങ് എന്ന് പറഞ്ഞത് സഫറിങ് ഉണ്ടാകും എന്നുള്ള തോട്ട് തന്നെയല്ലേ. എനിക്കെന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു തോട്ടിൽ നമുക്ക് പിന്നെ സമാധാനം ഉണ്ടാവും. എത്ര സന്തോഷത്തിലോടെ ജീവിച്ചു കഴിഞ്ഞാലും ഏതോ ഒരു നിമിഷം ഇത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു തോട്ടിലാണ് പിന്നീട് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ സഹിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു കർമ്മയുടെ കോൺസിക്വൻസസിലൂടെ ജീവിച്ചാണ് ഇവർ വളരെയധികം പാരനോയിഡ് ആയതും പേടിക്കാനും ഒക്കെ കാരണം. ഇവരുടെ ലൈഫ് നശിക്കാൻ തന്നെ കാരണം മേ ബി ആ ഒരു ജസ്റ്റ് ആ പറഞ്ഞ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഫോർച്യൂൺ ടെല്ലറുമായിട്ട് നടന്ന ഒരു സംഭവമായിരിക്കാം. ഇനി ഈ ഫോർച്യൂൺ ടെല്ലറൊക്കെ ഉള്ളത് തന്നെയാണോ ശരിക്കും അവർക്ക് എന്തെങ്കിലും പവർ ഉണ്ടായിരുന്നു എന്നും നമുക്കറിയില്ല. കാരണം ഈ ഒരു പെൺകുട്ടി തന്നെയാണല്ലോ അവളുടെ ലൈഫ് ഇങ്ങനെ നശിപ്പിച്ചത്. ദെൻ സിമ്പത്തി ഫോർ ദി സൂപ്പർ നാച്ചുറൽ. കഥ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഗോസ്റ്റുകളോട് ഒരു സിമ്പതി തോന്നുന്നുണ്ട്. അയ്യോ പാവം, അവരെന്തിനാ മരിച്ചതെന്ന് പോലും അറിയാണ്ട് മരിച്ചു എന്നുള്ളത്. ദെൻ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. ഈ ഒരു ബുള്ളിങ്ങും ഫാമിലിയുടെ ബാഡ് പാരൻറ്റിങ്, ബാഡ് ഫ്രണ്ട്ഷിപ്സ്, ബാഡ് റിലേഷൻഷിപ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത്. അപ്പോൾ കഥയുടെ തുടക്കം മുതൽ കാണുവാണെങ്കിൽ ആ പെൺകുട്ടി ഒരു ഡേറ്റിന് വന്ന ഒരാൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്, പാരൻസ് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നിടത്ത് മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സ്കൂളിൽ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം ഒരു റൂട്ടഡ് കോസ് ഓഫ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റും. സഹിച്ച് അവസാനം മനസ്സ് കൈവിട്ട് പോകുന്നൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും തീംസാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ വെബ്റ്റ്യൂൺസ്? ഡിഫറൻസ് ബിറ്റ്വീൻ വെബ്റ്റ്യൂൺസ് ആൻഡ് ട്രഡീഷണൽ കോമിക്സ്. തീം ഓഫ് ഗോസ്റ്റ് ടെല്ലർ. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊലോഗ് ആൻഡ് ഔട്ട്ര ഓഫ് ദി ഗോസ്റ്റ് ടെല്ലർ. ഔട്ട്ര എന്ന് പറയുന്നത് ആ ലാസ്റ്റ് പറഞ്ഞ ആരാണ് ആ ഗോസ്റ്റ് എന്നൊക്കെ ഒരു റെവലേഷൻ വരുന്നൊരു പാർട്ടാണ്. ഹൂ ഈസ് ദി നരേറ്റർ ഓഫ് ദ സ്റ്റോറി? How was the girl treated by everyone? What was the pact the girl had with the fortune teller? Where did the girl find her husband? Comment on the girl's obsession with beauty. Character analysis of the husband. Psychological aspect of the story. What are the sufferings experienced by the girl? The ghost teller is more than just a horror story. Elaborate. So ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വലിയ എസ്സേ ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. നല്ലൊരു കഥയായിരുന്നു. അത്യാവശ്യം നല്ല ട്വിസ്റ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വെബ്റ്റൂൺ എന്ന് പറയുന്നൊരു പുതിയൊരു ജോൺറ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു കഥയായിരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.